കണ്ണൻ, ആശാവർക്കന്മാരുടെ പരിശീലന പരിപാടി അവിടെ നടക്കുന്നുണ്ടോ? അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്താണ്? അതോടൊപ്പം തന്നെ ഇത്തരമൊരു സമരവുമായി മുന്നോട്ട് പോകുന്ന അവസരങ്ങളിലൊക്കെ തന്നെ സമരത്തെ പൊളിക്കുവാൻ വേണ്ടിയുള്ള പല നീക്കങ്ങൾ നടത്തുന്നു. ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ആശാമാർ എങ്ങനെയാണ് നിൽക്കുന്നത്? പല ആശാവർക്കന്മാർ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഇപ്പോൾ കൊല്ലം ആയതുകൊണ്ടാണ്, കൊല്ലം ജില്ലയിൽ നിന്നുള്ള MLA ആണ് PC വിഷ്ണുനാഥ് ഒരു കവിത ചൊല്ലുകയാണ്. മനുഷ്യനാകണം മനുഷ്യനാകണം അല്ലേ, മനുഷ്യത്വത്തോടുകൂടി ആശാവർക്കർമാരോട് സമീപനമെടുക്കണം സർക്കാർ എന്നതാണ് പൊതുവിൽ കേരളീയ സമൂഹമാകെ. ഇപ്പോൾ ഈ സമരത്തിൽ പങ്കെടുക്കാത്ത ആളുകൾ ആലപ്പുഴയിലെ ആ പ്രതികരണം കണ്ടില്ലേ, നിർബന്ധമായി എത്തണം, ക്യാൻസർ ട്രീറ്റ്മെന്റിലാണ്, എന്നിട്ടും വന്നതാണ്. പക്ഷെ സമരത്തിന് ഒപ്പമാണ് ന്യായമായ ആവശ്യമല്ലേ മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ ന്യായമായ ആവശ്യത്തെ ഇങ്ങനെ പാടെ കണ്ണടച്ച് തള്ളിക്കളയുമ്പോൾ ഈ പരിശീലന പരിപാടിയിലെ പങ്കാളിത്തം എത്രത്തോളമാണ്? അതായത് പരിശീലന പരിപാടിയിൽ കൊല്ലം ജില്ലയിൽ പ്രത്യേകിച്ച് വലിയ പങ്കാളിത്തം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മുതാക്കര നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ്. നിങ്ങളുടെ പരിശീലനം തുടങ്ങിയോ? ഇപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരാണല്ലോ അവിടെ സമരം ചെയ്ത് ഉപരോധിക്കുന്നത്. അത് പൊളിക്കാൻ വേണ്ടിയുള്ളൊരു നീക്കമാണോ ഇത്? ഞങ്ങൾക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെ ഇത്, അപ്പം അങ്ങനെ തന്നെ ആയിരിക്കും. അതായത് അങ്ങനെ ഒരു ക്ലാസ്സിന്റെ ആവശ്യം ഇപ്പോൾ ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇതിന്റെ ട്രെയിനിങ്ങുകളെല്ലാം കിട്ടും. ഞങ്ങൾക്ക് അതിപ്പോ പുതുമയായിട്ടല്ല, എപ്പോഴും അതങ്ങനെ തന്നെയാ. അന്ന് മുതൽ ഇന്ന് വരെ തരുന്ന ട്രെയിനിങ്ങുകൾ തന്നെ വീണ്ടും തരുന്നുണ്ട്. അതിനിപ്പോ നമുക്കത് കുറ്റം പറയാൻ പറ്റത്തില്ല. അല്ല, ഈ സമരം നടക്കുന്ന ദിവസം തന്നെ വേണമായിരുന്നോ? അപ്പം അതിൻ്റെതായ ഓരോ കാരണങ്ങളുണ്ട്. ഇപ്പം സമരം എന്ത് സമരമായാലും അതിനു മുമ്പേ നമ്മൾ DMക്ക് DPMന് നമ്മൾ കത്ത് കൊടുക്കും. സമരത്തിന് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ MOക്ക് നമ്മൾ കത്ത് കൊടുക്കും. അതിൻ്റെതായ രീതിയിൽ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ സമരത്തിന് ഇറങ്ങാം. ഇപ്പം അങ്ങനെയൊന്നും തീർക്കാതെ 17-ാം തീയതി സമരം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സമരത്തിന് ഇറങ്ങാനായിട്ട് അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. സമരം ന്യായമാണ്, എല്ലാവർക്കും വേണ്ടിയല്ലേ. അതിപ്പോൾ ഏത് പാർട്ടി ആയാലും ആരായാലും സംഘടന പാർട്ടി ഉണ്ടോ ഇല്ലയോ, അത് ന്യായമായ കാര്യം തന്നെയാണ്. ഈ ഇത്തരത്തില് ഇപ്പൊ ഇത്രയും പേര് സമരം ചെയ്യുന്നു, നിങ്ങളുടെയൊക്കെ ഒരു ആവശ്യത്തിന് വേണ്ടിയല്ലേ സമരം ചെയ്യുന്നത്? ആ ദിവസം തന്നെ ഇത് പൊളിക്കാൻ വേണ്ടിയാണോ? അത് പൊളിക്കാൻ വേണ്ടി തന്നെയുള്ള സമരമാണ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അത് ഇന്നലെ വാർത്തയിലെല്ലാം ഉണ്ട്. സമരം പൊളിക്കാൻ വേണ്ടി അല്ല ഇങ്ങനെ ഒരു ട്രെയിനിങ് വെക്കേണ്ട കാര്യമില്ല. കേരളം മൊത്തത്തിൽ ഇന്നത്തെ ദിവസം ഒരു ട്രെയിനിങ്, അങ്ങനെ ഒരു ട്രെയിനിങ് ഇതുവരെ നടന്നിട്ടില്ല. ട്രെയിനിങ് ആയിരുന്നെങ്കിൽ ഓരോ ജില്ല അടിസ്ഥാനത്തിലാണ് തരുന്നത്. ഈ ഒരു ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇത് പൊളിക്കാൻ വേണ്ടിയുള്ള ട്രെയിനിങ് ആണെന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായവരാ. പിന്നെ പലരും പറയുന്നില്ല, അത്രയേ ഉള്ളൂ കാര്യം. ഈ ട്രെയിനിങ്ങിന് വന്നതിൽ എന്തെങ്കിലും നടപടി ഉണ്ടാവുന്നല്ലോ പറഞ്ഞിരുന്നോ? ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഹാജരൊക്കെ എടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതുവരെ അങ്ങനെയുള്ള അവിടെ ചെന്ന് ഇന്നിപ്പം തലേന്നേ വിളിച്ച് പറയുന്നത് എല്ലാവരെയും ഹാജർ എടുക്കണം, ഒപ്പിടണമെന്നൊക്കെ. അതൊക്കെ എന്തുവാ മാനദണ്ഡമെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഈ പരിശീലന പരിപാടിയിൽ വന്നതാണെങ്കിൽ പോലും സമരത്തിൽ പങ്കെടുക്കുന്ന ആശാവർക്കർമാരുടെ ഒരു അനുഭവം പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ് ഭൂരിപക്ഷം ആൾക്കാരും എല്ലാം തന്നെ. അവർക്ക് അവരുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള ഒരു സമരമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നതെന്ന് കൃത്യമായൊരു ധാരണ ഇപ്പോൾ ഈ പരിശീലന പരിപാടിക്ക് വന്ന ആൾക്കാർക്കുണ്ട്, ആശാവർക്കർമാർക്കുണ്ട്. കാര്യം ഇത്തരത്തിലുള്ളൊരു പരിശീലന പരിപാടി സംസ്ഥാന തലത്തിൽ നേരത്തെ നടത്തിയിട്ടില്ല. ഇന്നത്തെ ദിവസം ഇങ്ങനെയൊരു പരിശീലന പരിപാടി നടത്തുന്നത് സമരം പൊളിക്കാൻ വേണ്ടി തന്നെയാണ് എന്നുള്ള ധാരണയുള്ള ആൾക്കാരാണ് ഇവിടെ ഈ പരിശീലന പരിപാടിക്ക്. അവർക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കണം, പരിശീലനത്തിൽ പങ്കെടുക്കണം, അറ്റൻഡൻസ് രേഖപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഒരു സമ്മർദ്ദം ഉള്ളതുകൊണ്ട് മാത്രം ആശാവർക്കർമാരുടെ സമരത്തിൽ പോകാതെ തിരിച്ച് ഇവിടേക്ക് വന്ന ആൾക്കാരാണെന്നാണ് നമുക്ക് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കണ്ണൻ നായർ